ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശുദ്ധിപ്പെടുത്തൂല. കാര്യം ഞാൻ അവിടെ പോയത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കും സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഞാൻ ചെയ്ത അപരാധമായിട്ട് അവർ പറയുന്നത് അത് അപരാധമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്? ഒരു ചിത്രകാരിയാണ്. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ളിടമാണ്, അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു. അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത് ഇത് ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത്. അതുകൂടാതെ ദേവസ്വം ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കലാപാഹ്വാനം അടക്കമാണ് എഫ്ഐആർ ചേർത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എന്താണ് ഇതിൽ ജസ്നയുടെ നിലപാട് നടക്കമുള്ള അറിയേണ്ടതുണ്ട്. നിലവിൽ പരാതിയിൽ കേസെടുത്തതിന്മേലുള്ള തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കീർത്തന. ശരി അശ്വിൻ.